ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ 2024 ഫെബ്രുവരി 17 മാതൃഭൂമി ദിനപത്രം. ആ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഒന്നാം പേജിൽ ഒരു വാർത്തയുണ്ട്. പേരൊന്നും വെക്കാതെ എഴുതിയ ഒരു വാർത്തയാണ്. ആ വാർത്ത ഇങ്ങനെയാണ്: എക്സ്ട്രാ പ്രഹരം CPM-നും സർക്കാരിനും എന്ന തലക്കെട്ടോടുകൂടി വന്ന വാർത്ത. ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വീണ വിജയൻ എന്ന വ്യക്തിയുടെ സ്വകാര്യ ബിസിനസ് ഇടപാടിന്റെ രാഷ്ട്രീയ ഭാരം പേരേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് CPM-ഉം സർക്കാരും. മാസപ്പടി ആരോപണം ഉയർന്നപ്പോൾ അസാധാരണ വേഗത്തിലും അസ്വാഭാവിക രീതിയിലും എക്സാലോജിക്കിന്റെ സംരക്ഷണം CPM ഏറ്റെടുത്തതിനാൽ SFIO അന്വേഷണത്തിന്റെ ഇനിയുള്ള നീക്കം പാർട്ടിക്ക് നിർണായകമാണ് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന വാർത്ത. അതിനുശേഷം വളരെ ദീർഘമായ വാർത്തയാണ്. വാർത്തകൾ മുഴുവൻ പോകുന്നത് വീണ വിജയനിലേക്കാണ്, വീണ വിജയനിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കാണ് എന്ന്. അതിൽ ഗോപികൃഷ്ണൻ എഴുതിയ ഒരു കാർട്ടൂൺ കൂടി കൊടുത്തിട്ടുണ്ട്. ആ കാർട്ടൂൺ ഇങ്ങനെയാണ്: CMRL എന്ന് പറഞ്ഞ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ആ കാർട്ടൂൺ മുഖ്യമന്ത്രി വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നു, വീണ വിജയനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് CMRL എന്ന ഒരു അശരീരി കേൾക്കുന്നു. അതിനുശേഷം CMRL എന്ന് അശരീരി വരുന്നു, CMRL എന്ന അശരീരി വരുന്നു. അതിനുശേഷം അത് മാറി CM മാറൽ എന്നാക്കുന്നു, CM മാറൽ എന്നാക്കുന്നു. അപ്പോൾ എന്താണ് ലക്ഷ്യം മാധ്യമങ്ങളുടെ, എന്താണ് ലക്ഷ്യം EDയുടെ, എന്താണ് ലക്ഷ്യം കേന്ദ്ര ഏജൻസികളുടെ എന്ന് പറയാതെ പറയുകയാണ് ഈ വാർത്തയിലും ഈ കാർട്ടൂണിലും ചെയ്യുന്നത്. എല്ലാവരുടെ ലക്ഷ്യം ഒന്ന് തന്നെ: CM പിണറായി വിജയനെ അവിടെ നിന്നും മാറ്റണം, താഴെ ഇറക്കണം. അതിനുവേണ്ടി കളിക്കുന്ന കളികളുടെ ഒരു ഭാഗമാണ് ഇത് എന്ന് കൃത്യമായി വിളിച്ചു പറയുന്നതാണ് മാതൃഭൂമിയുടെ ആ വാർത്ത. പേര് വെക്കാതെ എഴുതിയ വാർത്തയാണ്. ആരാണ് എഴുതിയത് എന്ന് അതിനകത്ത് പറയുന്നില്ല, സ്വന്തം ലേഖനായിരിക്കും എന്ന് തോന്നുന്നു. എക്സ്ട്രാ പ്രഹരം CPM-നും സർക്കാരിനും എന്ന് പറയുന്ന വാർത്ത. ആ വാർത്ത അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇതിനു പിന്നാലെയാണ് SFIO അന്വേഷണം വരുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ആദ്യം കോടതിയെ സമീപിച്ചത് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC ആണ്. സർക്കാർ നിർദ്ദേശമനുസരിച്ച് സിറ്റിംഗിന് 25 ലക്ഷം രൂപ നൽകി മുതിർന്ന അഭിഭാഷകനെ ഇറക്കി. പക്ഷേ കേരള ഹൈക്കോടതി അന്വേഷണം തടഞ്ഞില്ല. SFIOയുടെ അന്വേഷണം മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്നും രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ആരോപണത്തിന്റെ ദിശ CPM മാറ്റിയത് ഈ ഘട്ടത്തിലാണ്. കർണാടക ഹൈക്കോടതിയും SFIOക്ക് പച്ചക്കൊടി കാട്ടിയതോടെ ഇനിയുള്ള ഘട്ടം നിർണായകമാണ് എന്നാണ്. ഇനിയിപ്പോൾ വീണ വിജയനെ അറസ്റ്റ് ചെയ്യാം, വീണ വിജയനെ ജയിലിലടക്കാം, വീണ വിജയനിലൂടെ അത് മുഖ്യമന്ത്രിയിലെത്തിക്കാം. മുഖ്യമന്ത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മുഖ്യമന്ത്രിയെ സംശയത്തിന്റെ നിഴലിൽ നിർത്താം, മുഖ്യമന്ത്രിയെ താറടിക്കാം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇതിപ്പോൾ തുടങ്ങിയതല്ല, നമുക്ക് അല്പകാലം പുറകോട്ട് പോകാം. CPIM-ന്റെ മലപ്പുറം സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഒരു പ്രധാന മാധ്യമം ഒരു വാർത്ത എഴുതി. അന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനാണ്. ഒരു വാർത്തയല്ല, ഒരു ലേഖനം, ഒരു പ്രധാനപ്പെട്ട വാരികയാണ് ആ ലേഖനം എഴുതിയത്. ആ ലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതിന്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: പിണറായിയിൽ നിന്ന് മലപ്പുറം വഴി പിണറായിലേക്ക് എന്ന്. എന്താണ് പിണറായിയിൽ നിന്ന്? പിണറായി എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ നാടാണ് പിണറായി. പിണറായിയിൽ നിന്ന് മലപ്പുറം വഴി, മലപ്പുറത്താണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്, അതുകൊണ്ട് മലപ്പുറം വഴി എങ്ങോട്ടേക്ക്? പിണറായിലേക്ക് എന്ന് വെച്ചാൽ പിണറായിയിൽ നിന്ന് തുടങ്ങിയ പിണറായി വിജയൻ എന്ന CPIM നേതാവിന്റെ രാഷ്ട്രീയ ജീവിതം പിണറായിൽ ചെന്ന് അവസാനിക്കാൻ പോകുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ലേഖനമായിരുന്നു അത്. ആ ലേഖനം വന്നത് മലപ്പുറം സമ്മേളനത്തിന് തൊട്ടു മുന്നിലാണ്. അന്ന് CPM-നകത്ത് വിഭാഗീയത ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയനെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നു, അതിനുള്ള എല്ലാ കരുനീക്കങ്ങളും നടക്കുന്നു. അതിനുവേണ്ടി മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി പിണറായി വിരുദ്ധ ചേരിയോടൊപ്പം നിൽക്കുന്നു. ഇതൊക്കെ കണ്ട സമ്മേളനമാണ് മലപ്പുറം. അവസാനം വോട്ടെടുപ്പിലൂടെ പിണറായി വിജയൻ തന്നെ പാർട്ടി സെക്രട്ടറിയായി വരുന്നതും നാം കണ്ടതാണ്. അത്രമാത്രം വീറും വാശിയും നടന്ന ഒരു സമ്മേളനം, അത്രമാത്രം മാധ്യമങ്ങൾ പിണറായി വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ച ഒരു സമ്മേളനം, അത്രമാത്രം വാർത്തയിൽ പ്രാധാന്യം നേടിയ ഒരു സമ്മേളനമായിരുന്നു മലപ്പുറം സമ്മേളനം CPIM-ന്റെ. ആ സമ്മേളനത്തിന് ശേഷം പിണറായി വിജയൻ വീട്ടിലിരിക്കും എന്നാണ് ഒരു പ്രധാനപ്പെട്ട വാരികയിൽ വന്ന ലേഖനം. അതിനുശേഷം മലപ്പുറം സമ്മേളനത്തിന് ശേഷം പിണറായി വിജയൻ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനിൽ പ്രസംഗിക്കുന്നുണ്ട് ഈ കാര്യം പറഞ്ഞുകൊണ്ട്. ഈ ലേഖനം വന്നതിന് ശേഷം വലിയ ചർച്ചയോടുകൂടി ഈ ലേഖനം എഴുതിയാൽ CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന A സജീവനെ വിളിച്ച് ഞാൻ എഴുതിയതല്ല, അങ്ങനെ എഴുതേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിച്ചതും അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങളുമൊക്കെ പറയുന്നുണ്ട് പുത്തരിക്കണ്ടം പ്രസംഗത്തിൽ പിണറായി വിജയൻ പറയുന്നു, അങ്ങനെ എഴുതിക്കോട്ടെ, എഴുതിയാൽ അതിൽ ഉറച്ചു നിൽക്കേണ്ടതില്ലേ എന്ന് ചോദിച്ച് ഈ വാരികയ്ക്ക് എതിരെയും അതേപോലെ തന്നെ അത് എഴുതിയ ആൾക്കെതിരെയും രൂക്ഷ വിമർശനം ഉയർത്തുന്നുണ്ട് അന്ന് പിണറായി വിജയൻ. അന്നാണ് എടോ ഗോപാലകൃഷ്ണ എന്ന് പറഞ്ഞ് മാതൃഭൂമിക്കെതിരെ രൂക്ഷ വിമർശനം പിണറായി വിജയൻ ഉയർത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. പുത്തരിക്കണ്ടത്ത് CPIM-ന്റെ ഒരു വിശദീകരണ യോഗത്തിൽ അദ്ദേഹം നടത്തിയ വലിയ ഒരു പ്രസംഗം, നീണ്ട ഒരു പ്രസംഗം, കേരളം ഏറെ ചർച്ച ചെയ്ത
പ്രസംഗം കൂടിയാണ് അത്. എടോ ഗോപാലകൃഷ്ണ എന്ന വാക്ക് ഇപ്പോഴും മാതൃഭൂമി പത്രാധിപരായിരുന്ന ഗോപാലകൃഷ്ണനെയാണ് എടോ ഗോപാലകൃഷ്ണ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മാതൃഭൂമിയിൽ വന്ന കള്ളവാർത്തകളെയും വ്യാജ വാർത്തകളെയും ഏകപക്ഷീയമായ വാർത്തകളെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം അന്ന് പ്രസംഗിച്ചത്. അന്ന് പിണറായി വിജയനെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നതായിരുന്നു ഈ മാധ്യമങ്ങളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം. അതിനുവേണ്ടി അവർ ചെലവഴിച്ച കോളം, അവർ ചെലവഴിച്ച സമയം, അവർ ചെലവഴിച്ച പണം എന്നത് എത്രയാണ് എന്ന് കണക്ക് കൂട്ടിയാൽ പോലും നമുക്ക് കണക്കാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യം പോകുന്നു. അത്രമാത്രം സ്ഥലമാണ് അന്ന് അതിനുവേണ്ടി എല്ലാ മാധ്യമങ്ങളും ചെലവഴിച്ചത്. അത്രമാത്രം സമയമാണ് അന്ന് ഉണ്ടായിരുന്ന ഏതാനും ദൃശ്യമാധ്യമങ്ങൾ. അന്ന് ഉണ്ടായിരുന്ന ദൃശ്യമാധ്യമങ്ങൾ ഏഷ്യാനെറ്റും കൈരളിയും അതോടൊപ്പം തന്നെ സൂര്യയും അതേപോലെ ഇന്ത്യ വിഷൻ മാത്രമായിരുന്നു. ഈ മാധ്യമങ്ങളൊക്കെ, കൈരളി ഒഴികെയുള്ള മറ്റ് മാധ്യമങ്ങളൊക്കെ അതിനുവേണ്ടി ചെലവഴിച്ച സമയവും കൂടി കണക്കാക്കിയാൽ എത്ര പണമാണ് അതിനുവേണ്ടി, എത്ര ഊർജമാണ് അതിനുവേണ്ടി ചെലവഴിച്ചത് എന്നത് നമ്മുടെ മുന്നിൽ ഉണ്ട്. അതേപോലെ ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ താഴെയിറക്കാൻ, LDF സർക്കാരിനെ താഴെയിറക്കാൻ ഈ മാധ്യമങ്ങൾ ചെലവഴിച്ച ഊർജം, അവർ ചെലവഴിച്ച പണം, അവർ അതിനുവേണ്ടി നീക്കിവെച്ച സ്ഥലം, സമയം എന്നുകൂടി ഒന്ന് കണക്കുകൂട്ടി നോക്കണം എന്നേ പറയാനുള്ളൂ. കാരണം അത് അവിടെ അവസാനിച്ചില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയായി വരികയും വീണ്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷവും ആ പ്രചരണത്തിന്റെ രണ്ടാം ഭാഗം നാം കണ്ടതാണ്. സ്വപ്ന സുരേഷിനെ രംഗത്തിറങ്ങി കാട്ടിക്കൂട്ടിയ വെപ്രാളങ്ങളും കോപ്രായങ്ങളും ഒക്കെ. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം അവശേഷിക്കുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ വീണ വിജയനെ സ്വന്തം മകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അന്വേഷണം സംഘടിപ്പിച്ച്, ആരാണ് അന്വേഷിക്കുന്നത്? SFI ആണ് അന്വേഷിക്കുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപ തട്ടിപ്പ് നടത്തിയ ബാങ്കുകളെ കുറിച്ചോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് മുങ്ങിയവരെ കുറിച്ചോ ഇവരൊക്കെ അന്വേഷിച്ച് എന്തൊക്കെ കണ്ടെത്തി എന്ന പ്രശ്നം നിലനിൽക്കുമ്പോൾ, എന്ന ചോദ്യം നിലനിൽക്കുമ്പോഴാണ് 1.25 കോടി രൂപയുടെ ഇടപാട് നടത്തിയ ഒരു കമ്പനിക്കെതിരെ അന്വേഷണത്തിന് SFIO വരുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യയിലെ കോർപ്പറേറ്റ് മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന ഏറ്റവും ഉന്നതമായ ഏജൻസിയാണ് ഒരു 1.25 കോടി രൂപയുടെ ഇടപാട് നടത്തിയ അല്ലെങ്കിൽ ബിസിനസ് നടത്തിയ ഒരു സ്ഥാപനത്തെ കുറിച്ചുള്ള അന്വേഷണത്തിന് വരുന്നത് എന്നത് ഓർക്കുമ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയം എവിടെയാണ് എന്ന് മനസ്സിലാക്കുക. അത് വീണ വിജയനല്ല, ലക്ഷ്യം പിണറായി വിജയൻ തന്നെയാണ് എന്നതാണ്. അത് തന്നെയാണ് ഈ കാർട്ടൂണിലൂടെ, മാതൃഭൂമിയുടെ ഈ കാർട്ടൂണിലൂടെ പ്രതിഫലിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ കാർട്ടൂൺ ഇങ്ങനെയാണ്, ഒന്നുകൂടി പറയാം. CM മാറൽ എന്ന് പറയുന്നു ആദ്യം, പിന്നീട് CM മാറൽ എന്ന് പറയുന്നു, അത് കഴിഞ്ഞ് CM മാറൽ എന്ന് പറയുന്നു. CM-നെ മാറ്റണം, CM മാറലാണ് അടുത്ത നീക്കം, CM-നെ മാറ്റലാണ് അടുത്ത നീക്കം, CM മാറിയേ തീരൂ എന്നാണ് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എന്ത് സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കൂസലുമില്ലാതെ ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ എത്ര കണ്ടിട്ടുണ്ട് എന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. അതുതന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ നിലപാടും. മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടേണ്ടതില്ല എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഇതൊന്നും സ്പർശിക്കാതെ അദ്ദേഹത്തിന്റെ ജോലിയുമായി, അദ്ദേഹത്തിന് പാർട്ടി ഏൽപ്പിച്ച ജോലിയുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായി മുന്നോട്ട് പോവുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. നിങ്ങൾ എഴുതിക്കോ, നിങ്ങൾ കൂക്കി വിളിച്ചോ, നിങ്ങൾ എത്രമാത്രം ഓരിയിട്ടോ, പക്ഷേ ഇതൊന്നും എന്നെ ഒന്നും ഏശില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് അദ്ദേഹം. തല ഉയർത്തി നടക്കുകയാണ് പിണറായി വിജയൻ.